ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ സ്കോച്ചിൻ്റെ കുറച്ച് ഭാഗം രവീന്ദ്രൻ്റെ കൂടി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അച്ഛനും പറയുന്നു, എൻ്റെ അച്ഛൻ അങ്ങനെയാണെന്നാണോ നിങ്ങൾ വിചാരിച്ചത് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ സച്ചി ദേഷ്യപ്പെടുകയാണ്. സച്ചിയെ അവസാനം പിടിച്ച് സമാധാനിപ്പിച്ച് നിർത്തുകയാണ് സുധിയും മഹേഷും കൂടെയൊക്കെ ചേർന്നിട്ട്. എന്തായാലും ശരി, അദ്ദേഹം കുടിക്കുന്നില്ലേ, കുടിക്കണ്ട. ആര് പറഞ്ഞ് കുടിക്കണമെന്ന്? അപ്പം 5 കുപ്പി കൊണ്ടുവന്നിട്ടില്ലേ, തൽക്കാലം 1 കുപ്പി പൊട്ടിക്കുക, അതെടുത്തിട്ട് വാ. അപ്പോഴേക്കും നിക്ക്. അതേ, അത് പറയുന്നത് മൊത്തം ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അതെ, പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് 2 ബോട്ടിൽ കൊണ്ടുവരാനേ പെർമിഷനുള്ളൂ. ഞാൻ 5 ബോട്ടിൽ കൊണ്ടുവന്നില്ലേ, അതുകൊണ്ട് അത് ഇൻകം ടാക്സുകാർ പിടിച്ചു. ഇൻകം ടാക്സുകാരോ? അവരും മദ്യം പിടികൂടാറില്ലല്ലോ. അത് നാക്ക് സ്ലിപ്പായി പോയതാ, ഇൻകം ടാക്സ് അല്ല. ഏതോ കസ്റ്റമർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരാ. കസ്റ്റമറോ? കസ്റ്റംസ് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് സച്ചി ചോദിച്ചു കേട്ടോ. അപ്പം സ്കോച്ചൊന്നും കയ്യിലില്ല അല്ലേ? അപ്പം ബീരാൻ പറഞ്ഞു, ഇല്ല, ചുമ്മാ ആശിപ്പിച്ചു, സ്കോച്ച് അടിക്കാമെന്ന് കരുതിയതാ, വെറുതെ. സംഭവം എന്താണെന്ന് വെച്ചാലേ, അവിടുത്തെ സ്കോച്ച് അടിച്ച് ഞാൻ മടുത്തൂന്നേ. നിങ്ങൾക്ക് മടുത്തില്ലേ? അതുപോലെ എനിക്ക് ഈ അവിടുത്തെ മദ്യമല്ല, ഇവിടുത്തെ മദ്യമാണ് ഇഷ്ടം. കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, കിട്ടുമോ? ഇളയച്ചാ എന്തൊക്കെയാ പറയുന്നത് എന്ന് സുധി. ഇപ്പം അങ്ങോട്ട് വാങ്ങി കൊടുക്കേണ്ട സ്ഥിതിയായി. എന്തായാലും ഇയാളുടെ വിവരങ്ങളൊക്കെ അറിയണ്ടേ എന്ന് സച്ചിയും മഹേഷും കൂടി സംസാരിക്കുക. മദ്യം കിട്ടുമോ ഇല്ലയോ? കിട്ടും, എത്ര വേണേലും കിട്ടും. അപ്പം ഇളയച്ച വേണ്ട, വീട്ടിലറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. വീട്ടിലറിഞ്ഞാലല്ലേ പ്രശ്നം, നമ്മൾ അറിയിക്കാതെ ഏതെങ്കിലും പൊന്തക്കാട്ടിരുന്ന് കഴിക്കാം. ശ്രുതി പറഞ്ഞു ശ്രുതി അറിഞ്ഞാൽ പ്രശ്നമാവും. നീ അവൾ അറിഞ്ഞാൽ തന്നെ ഞാൻ സംസാരിച്ചവളാന്നേ. മോനെ, എത്രയും പെട്ടെന്ന് കുപ്പി എത്തിക്കുക. ദാ ഇപ്പം എത്തും, ഇപ്പം. എനിക്കൊന്ന് കുടിച്ചാലേ ഈ ഒരു ചൂടങ്ങോട്ട് മാറുള്ളൂ. പക്ഷേ ശ്രുതി പറയുന്നുണ്ട് വേണ്ടാന്ന്. പക്ഷേ സച്ചി സമ്മതിക്കത്തില്ല. ഇത് കുടിച്ചതിന് ശേഷം ഈ അമ്മാവൻ്റെ വായിൽ നിന്ന് എല്ലാം അറിയാനും, ഇളയച്ചൻ്റെ വായിൽ നിന്ന് എല്ലാം അറിയാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ സച്ചി. അങ്ങനെ ഒരു കാട്ടിക്കൊണ്ടുപോയി നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരും വന്നിട്ടുണ്ട് കേട്ടോ, കുടിക്കാനായിട്ട് ഇരിക്കുക. സുധിയാണെങ്കിൽ ഈശ്വരാ എന്നും പറഞ്ഞ് മാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ കൂട്ടുകാരനുണ്ടല്ലോ, മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന കൂട്ടുകാരൻ, അവനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവനാണ് ഈച്ച. പിന്നെ ഇവൻ ഈച്ചയല്ല, ഇവൻ ബീഫാ. മദ്യം വേണമെന്ന് പറഞ്ഞ ഉടനെ ഇവൻ മദ്യം കൊണ്ടുവന്നില്ലേ, ഇവൻ ബീഫാ. നീ ഇങ്ങ് വാ, ഒരു മലേഷ്യൻ ഉമ്മ തരാം. അയ്യോ വേണ്ട, ഒഴിച്ചു തരാം. ഒഴിക്കട്ടെ? അത് ചോദിക്കണ പൂച്ചേ, അങ്ങോട്ട് ഒഴിക്കുക. സോറി ഈച്ചേ. അപ്പോൾ ഇളയച്ച വേണ്ട, ശ്രുതി അറിഞ്ഞാൽ പ്രശ്നമാകും. ദേ ശ്രുതി, ഒരു പന്തിയിലിരുന്നാൽ നിനക്ക് എഴുന്നേറ്റ് പോകാം, പക്ഷെ ഒരു ബോട്ടിൽ തുറന്നു വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾ ആരും സമ്മതിക്കത്തില്ല. എന്താ തത്വം? അനിയ, നീ പറഞ്ഞത് വളരെ ശരി. ശരി. ഇളയച്ച ഇവരൊക്കെ മുഴുക്കുടിയന്മാരാ. ഇളയച്ച വാ, നമുക്ക് പോകാം എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ശ്രുതി, ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നിട്ടുണ്ട്, ഞാൻ ഇവരുടെ ഗസ്റ്റാ. ഇവരെന്നെ സൽക്കരിക്കുമ്പോൾ ഞാനത് വേണ്ടാന്ന് പറയുന്നത് നെറുകേട്. മഹേഷേ, ഒഴിക്ക് മഹേഷേ. എന്തായാലും ഈശ്വര, ശ്രുതി അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വെച്ചേക്കൂല എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി വീണ്ടും ഇളയച്ചനെ തടയുന്നുണ്ട്. എന്തായാലും ഇളയച്ചനെ ഒഴി എന്നും പറഞ്ഞിട്ട് 3/4 ഗ്ലാസ് മദ്യവും ഒരിച്ചിരി വെള്ളമാണ് ചേർക്കുന്നത്. മഹേഷൊക്കെ കണ്ണും തള്ളിയിരിക്കുമോ. ഈശ്വര, എന്തൊരു കപ്പാസിറ്റി! ഇയാൾ കുടിയനാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ ഇയാൾ ഇങ്ങനെ കാണിക്കത്തൊന്നുമില്ല. എന്തായാലും മദ്യം കഴിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ട് നമ്മുടെ സ്തുതിക്ക്. എത്രയും വേഗം ഒഴിക്കേണ്ടതൊക്കെ ഒഴിച്ചു കൊടുത്തോണം, ഇയാളുടെ മനസ്സിലുള്ളതൊക്കെ പുറത്ത് ചാടിക്കണം എന്ന് സച്ചി കൂട്ടുകാരനോട് പറയുകയാണ്. അല്ലച്ച കഴിക്കുക. അങ്ങനെ ഞാൻ മാത്രം കഴിച്ചാൽ ശരിയാവില്ലല്ലോ, എല്ലാവർക്കും ഒഴി. പിന്നെന്താ, എല്ലാവർക്കും ഒഴി. അങ്ങനെ എല്ലാവർക്കും ഒഴിക്കുകയാണ്. ശ്രുതിയാണെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് വേണ്ടാന്ന്, ഇവനിങ്ങനൊരു പാഴായി പോയല്ലോ എന്ന് സച്ചിയോട് ഈ ഇളയച്ചൻ പറയാണ്. എന്തായാലും പിതൃക്കൾക്ക് കൊടുത്തതിന് ശേഷം മാത്രമേ കുടിക്കാൻ പാടുള്ളതാ. അപ്പോഴേക്ക് ഈച്ച ചോദിച്ചു, പിതൃക്കളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ? അവരൊക്കെ മൂക്കറ്റം കുടിച്ച് അങ്ങോട്ട് പോയവരല്ലേ, വീണ്ടും കുടിപ്പിക്കുന്നത് ശരിയാണോ? എടാ, നിനക്ക് ഞാനൊരു മലേഷ്യന് ഉമ്മ തരട്ടേടാ. എടാ, ഈച്ചയെ കൊല്ലാൻ കത്തി വേണ്ടടാ, ഒറ്റ അടി തന്നാണ്ടല്ലോടാ. പിതൃക്കൾക്ക് ഇങ്ങനെ മദ്യം കൊടുക്കാനാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഓരോ തുള്ളി എടുത്ത് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുകയാണ്. എന്തായാലും ഇനി നിങ്ങളും കഴിച്ചോ. ഈശ്വരാ, ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എൻ്റെ റേഞ്ചിന് നിങ്ങളിങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പോവാ, അതാ നല്ലത് എന്നും പറഞ്ഞുകൊണ്ട്
സുതി പോകാനായിട്ട് തുടങ്ങുക. പാർക്കിൽ പോയിട്ട് ഉറങ്ങുന്നല്ലേടെ നിൻ്റെ റേഞ്ച്. നീ മിണ്ടാതെ നിൽക്കടാ. അപ്പോൾ ഇതിനേക്കാളും അന്തസ്സുണ്ടടാ എന്ന് നമ്മുടെ സുതി പറയാണ്. എന്നാ നീ പാർക്കിൽ പോയി കിടന്നുറങ്ങടാ, അതാ നിനക്ക് പറ്റിയ പണി. ഇളയച്ച വേണ്ട ഇളയച്ച. ഈ ഇളയച്ചന് ഇല്ലാതെ അങ്ങോട്ടേക്ക് ചെല്ലാനും പറ്റില്ല. അങ്ങോട്ടേക്ക് ചെന്ന ശ്രുതി ഓടിക്കുകയും ചെയ്യും. ഇളയച്ചൻ കുടിച്ചാലും ശ്രുതി ഓടിക്കും. ഈ ഇളയച്ചൻ കുടിച്ചിട്ട് അപശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ഇയാളാണെങ്കിൽ ചുമ്മാ താളം ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മാത്രമല്ല ഈ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൽ നിന്ന് ഓരോന്നൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. കുടിച്ചാലേ ഒറ്റവെട്ടിന് 30 കഷ്ണമാക്കാൻ പറ്റുള്ളൂ. ഒറ്റവെട്ടിൻ്റെ 2 കഷ്ണം എങ്ങനെ 30 കഷ്ണമാക്കാൻ പറ്റും? അതിനൊക്കെയുള്ള ടെക്നിക്ക് ഈ ബീര പെട്ടെന്ന് തന്നെ സച്ചി ഒന്ന് നോക്കുക കേട്ടോ. ബീരയോ? പെട്ടെന്ന് തന്നെ നമ്മുടെ ബീരാൻ പതുക്കെ ഒന്ന് നോക്കിയിട്ട് കണ്ണാടിയൊക്കെ താഴ്ത്തിപ്പിറക്കി സച്ചി ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഈ സുന്ദർദാസിൻ്റെ കയ്യിലുണ്ട് മക്കളെ. അല്ല, ഈ ബീര എന്താ? അത് പിന്നെ BR എൻ്റെ ഇൻഷ്യലാണ്. എടാ, BR അല്ല, വേറെന്തുവാണ് ഇയാളുടെ ഇൻഷ്യൽ. അയാൾ അച്ചാറൊക്കെ തിന്നുന്നത് കണ്ടിട്ട് സച്ചിയും മഹേഷും കൂടെ പറഞ്ഞ ഒരു ലോക്കൽ കുടിയൻ്റെ എല്ലാ ലക്ഷണങ്ങളും കൊണ്ട്, എടാ വീച്ച നീ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കടാ, എല്ലാം പുറത്ത് വരട്ടേടാ. അപ്പോഴേക്കും ബീരാൻ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നേ? ഇളയച്ചൻ കഴിക്കുക. ഇതേ സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, ഈ പൊങ്കൽ കൂടാൻ വന്ന എൻ്റെ നെഞ്ചത്ത് അച്ഛനും ശ്രുതിയും കൂടെ പൊങ്കാലയിടും. ഇളയച്ച വേണ്ട ഇളയച്ച, എനിക്കാകെ ബോറടിക്കുന്നു, വാ നമുക്ക് വീട്ടിൽ പോകാം, വാ ഇളയച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, എടാ മോനെ നീ മദ്യപിക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആപ്പ് സെറ്റായി. അപ്സെറ്റ്, അതാണ് കറക്റ്റ് എന്ന് ശ്രുതി പറഞ്ഞു. ആപ്പ് സെറ്റാണോ സേവിങ് സെറ്റോ എന്തായാലും വേണ്ടില്ല. എടാ ആണുങ്ങളായ മദ്യപിക്കണം എടാ എന്നും പറഞ്ഞ് ശ്രുതിക്കിട്ട് അടി കൊടുക്കും കേട്ടോ. അടിക്കാണ്ട് കാര്യം പറ. നിന്നെ ഒരു ബിസിനസ്സുകാരനാക്കണമെന്ന് നിൻ്റെ അമ്മ പറഞ്ഞായിരുന്നു, നീ എങ്ങനെയാകും? എടാ ബിസിനസ് ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നിന്നല്ലേ? അപ്പം പിന്നെ നീ എങ്ങനെ ഒരു ബിസിനസ്സുകാരനാകും എന്നൊക്കെ ചോദിച്ച് വീണ്ടും വീണ്ടും കുടിക്കുകയാണ്. ഈശ്വരാ, കരളരിപ്പിയായി പോകും മനുഷ്യാ, മതി എന്ന് ശ്രുതി പറയുന്നുണ്ട്. എന്തായാലും കുടിച്ചു കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും അപശബ്ദം പുറപ്പെടുവിക്കുകയാണ് കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. എനിക്കിതൊന്നും ശീലമില്ല എൻ്റെ ഇളയച്ച, ബാ നമുക്ക് പോകാം. ഇവനൊക്കെ കുടിക്കാൻ തുടങ്ങിയാൽ കുടിച്ചോണ്ടേ ഇരിക്കും, നിർത്തത്തില്ല. അപ്പം സച്ചി പറഞ്ഞു, ഞങ്ങളൊരു പെഗ്ഗേ കഴിക്കുന്നുള്ളൂ. ഇളയച്ചൻ 2 ഗ്ലാസ് കഴിഞ്ഞു. അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, ഇവനെ ഒഴിച്ചു കൊടുത്തിട്ടല്ലേ? ഒന്നുകൂടെ ഒഴിക്കട്ടെ ഇളയച്ച? വേണ്ട ഇളയച്ച, നല്ല ഇളയച്ചനല്ലേ? നല്ല ഇളയച്ചനൊക്കെയാ, പക്ഷെ ഇവർ വിടണ്ടേ, അതോടെ ഒഴിക്ക്. അതിഥിയെ സൽക്കരിക്കുന്നത് നിങ്ങളുടെ കടമയാ, അത് സ്വീകരിക്കുന്നത് എൻ്റെ കടമയുവാ. ഒഴിക്കടാ ഒഴിക്ക്. വേണ്ട ഇളയച്ച വേണ്ട. എന്തായാലും വീണ്ടും വീണ്ടും ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് ഇയാൾ പറഞ്ഞപ്പോഴേക്കും, അത് കേൾക്കാനാണ് ഞങ്ങൾ ഇരിക്കണത്, പറ എന്ന് സച്ചി പറഞ്ഞപ്പോൾ, ദുഃഖം വരുമ്പോൾ കുടിക്കരുത്, സന്തോഷം വരുമ്പോൾ കുടിക്കണം. ദുഃഖം വരുമ്പോൾ കുടിച്ചാൽ ആയുസ് കുറയും, സന്തോഷം ഉണ്ടാകുമ്പോൾ കുടിച്ചാൽ ആയുസ് കൂടും. ഇയാളെ ഞാനിന്ന് എൻ്റെ ഇളയച്ച, വാ ഇളയച്ച നമുക്ക് പോകാം. എടാ കുറച്ച് കഴിഞ്ഞ് പോകാടാ, നീ ഇവിടെ ഇരിക്കുക. അപ്പോൾ ഇളയച്ച വീട്ടിൽ പോകാം, ഇരിയടാ അവിടെ എന്നും പറഞ്ഞ് ഇളയച്ച അങ്ങ് പേടിപ്പിച്ചു ശ്രുതി അവിടെ ഇരുന്നു കേട്ടോ. പേടിപ്പീര് അങ്ങ് ഏറ്റുപോയി. ശ്രുതിയെ പിടിച്ചങ്ങ് ചേർത്ത് കഴുത്തിൻ്റെ ഇടയ്ക്ക് കയറ്റി ഇരുത്തിയിരിക്കുക. ഇളയച്ച അങ്ങോട്ട് അടിക്കളയച്ച, ഇതേ എനിക്കുള്ളതല്ല, ഇത് ശ്രുതി മോളുടെ കെട്ടിയവനുള്ളതാ. ഈശ്വര, പണിയാവോ? അയ്യോ ഞാൻ മദ്യപിക്കാറില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പം അവനിതൊന്നും ശീലമില്ല, മദ്യം കൊടുക്കണ്ട എന്ന് സച്ചി പറഞ്ഞു. അങ്ങനെ വിടുന്നത് തെറ്റല്ലേ? നമ്മൾ സന്തോഷിക്കുമ്പോൾ ഈ പാവം മാത്രം സന്തോഷിക്കാതെ ഇങ്ങനെ അവനും കഴിക്കട്ടെ, അങ്ങനെയൊക്കെയല്ലേ ശീലമാകുന്നത്. വേണ്ട, എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ കൊടുക്കണ്ട. ഒരാൾ മദ്യം വേണ്ടാന്ന് പറഞ്ഞാൽ അവർ നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല എന്ന് ഇളയച്ചൻ പറഞ്ഞു. പതുക്കെ എന്നിട്ട് ഇളയച്ചൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് അവൻ്റെ വാ തുറന്ന് വായിക്കകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. നിർബന്ധിച്ചാലല്ലേ ഉള്ളൂ കുഴപ്പം. കുറച്ചങ്ങ് ഇറങ്ങി, കുറച്ച് ഛർദ്ദിച്ചു. ഇളയച്ചൻ എന്താ ഈ കാണിച്ചേ? അവൻ കുടിക്കില്ല എന്ന് പറഞ്ഞതല്ലേ? എടാ നമുക്ക് കിട്ടുന്ന സന്തോഷം അവനും കിട്ടണം സച്ചി, അവനും കിട്ടണം. 1 ഗ്ലാസ് അവന് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ അവൻ അല്പം മനഃശാന്തി കിട്ടട്ടെ എന്നൊക്കെ ഇളയച്ചൻ പറയുകയാണ്. ശ്രുതി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി കേട്ടോ. നിങ്ങൾ എന്താ ഇളയച്ച ഈ കാണിച്ചത്? ഇളയച്ച, എൻ്റെ നെഞ്ചെരിയുന്ന ഇളയച്ച, എൻ്റെ തലയ്ക്കകത്ത് എന്തൊക്കെയോ പോലെ ആവുന്ന ഇളയച്ച എന്നും പറഞ്ഞ് ശ്രുതി.
ആവട്ടെ, എടാ ഒരു റൗണ്ട് കൂടി അടിച്ചാൽ നീ ലെവലായിക്കോളും എന്നൊക്കെ ഇളയച്ചൻ പറയുന്നുണ്ട്. സച്ചിയാണ് ഇനി എന്ത് എന്നറിയാതെ ഇങ്ങനെ ഇരിക്കുക. ഒരു കുപ്പി മദ്യം എടുത്തിട്ട് ഇവൻ്റെ വായിക്കകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. പെട്ടെന്ന് സച്ചി പിടിച്ചത് മേടിക്കുക, എന്നാലും കുറച്ചൊക്കെ വയറ്റിൽ പോയി എടുത്തോണ്ട് പോയി, ഇയാൾക്ക് പ്രാന്ത എന്ന് സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് അച്ചാറെടുത്ത് വായിലേക്ക് നാക്ക് നീട്ടിയിരിക്കുന്ന സുധിയുടെ വായിലേക്ക് കുറച്ച് അച്ചാറോടെ അങ്ങെടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ടച്ചിങ്സ് വേണം, നിനക്ക് വേണോടാ ടച്ചിങ്സ്. ഇയാൾ ചെറിയ പുള്ളിയൊന്നും അല്ല, അവനെ കുടിപ്പിച്ചത് കണ്ടില്ലേ? എൻ്റെ ഭഗവാൻ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സച്ചിയാണെ തലയെ കൈയും വെച്ച് ഇരിക്കുകയാണ്. സ്റ്റോപ്പ് ഇളയച്ച, സ്റ്റോപ്പ്. സച്ചി, ഞാൻ വീട്ടിൽ പോകാൻ നിൻ്റെ ബൈക്ക് എടുക്കുവാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അവിടെ കണ്ട ഒരു മരത്തിലേക്ക് കയറാൻ തുടങ്ങുക. അത് ബൈക്കൊന്നും അല്ല, നേരെ നിൽക്കുക, ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. വേണ്ട, എനിക്ക് ഒരു മലേഷ്യക്കാരൻ്റെയും കൂട്ട് വേണ്ട, ഞാൻ പൊക്കോളാം. എടാ സച്ചി, അവൻ സ്റ്റഡിയായി പൊക്കോളും. നിങ്ങൾ എന്തിനാ മനുഷ്യ അവനെ കുടിപ്പിച്ചത്? സച്ചി, ആദ്യമൊക്കെ ആടിനെ വെട്ടുമ്പോൾ ടെൻഷൻ ഉണ്ടാകും, കൈ വിറയ്ക്കും, പേടി തോന്നും. പോകെ പോകെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വല വീശിയായിരിക്കും, കഴുത്തിനിങ്ങനെ പിടിക്കുന്നവർ ഒറ്റ വെട്ട്, അതുപോലെ ഉള്ളൂ. അതുപോലെ ഇതൊക്കെ അങ്ങ് ശീലമായിക്കോളും. ഏടാ, ചുറ്റി ചുറ്റി വീണ്ടും ആടിനെ വെട്ടുവാണല്ലോ. ഇളയച്ച വന്നതു മുതലേ ആടെ ഇറച്ചി, ഇതിനെക്കുറിച്ചാണല്ലോ ഇളയച്ച സംസാരിക്കുന്നത്. ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്ന ആളെ പോലെ മലേഷ്യയിൽ എന്താ ജോലി? അപ്പോഴേക്കും ചിരിക്കേട്ടോ. മലേഷ്യയിൽ എന്താ ജോലിന്നോ? ഹാ, മലേഷ്യ എൻ്റെ അല്ലേടാ. അവിടെ ഞാൻ എല്ലാവരെയും കൊണ്ടും ജോലി ചെയ്യിപ്പിക്കും, എല്ലാവരെയും കൊണ്ടും. ഇതാ ഈ കുപ്പി ഇനി എന്തിനാ എനിക്കെന്ന് പറഞ്ഞ് കുപ്പി എടുത്തെറിഞ്ഞു കേട്ടോ. ഈശ്വര, ഇയാൾ പെട്ടുപോകുമല്ലോ. എന്തായാലും ഇളയച്ചൻ പ്ലാസ്റ്റിക് കുപ്പിയാണ് വലിച്ചെറിഞ്ഞത്. അപ്പോൾ ഒരു യാത്രക്കാരൻ അങ്ങോട്ടേക്ക് വന്നിട്ട്, പൊതു സ്ഥലത്ത് പ്ലാസ്റ്റിക് വലിച്ചെറിയെന്ന് അറിയില്ലേടാ കുടിയാ എന്ന് ചോദിച്ചു. ആരാടാ കുടിയൻ എന്ന് ചോദിച്ചാൽ അയാളെ തല്ലാൻ തുടങ്ങുവാണ്. എന്തായാലും സച്ചി ഇളയച്ചനെ പിടിച്ചു വെച്ചിരിക്കുകയാണത്. ഇളയച്ചനാണെങ്കിൽ നിനക്കറിയോടാ, ഞാൻ വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കൂടാ. കുറച്ച് ഓവറാ ചേട്ടൻ, ചെല്ലേട്ടാ, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ വലിച്ചെറിഞ്ഞവനാണ് നീ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. എന്നെ അറിയാവോടാ? ഇറച്ചിയും പാലിൻ്റെയും പ്ലാസ്റ്റിക്കും ഒന്നും പൊതു സ്ഥലത്ത് ഇടരുതെന്ന് എനിക്കറിയാടാ. ഞാൻ ആരാന്നറിഞ്ഞെങ്കിൽ നീ ഇങ്ങനെ പറയില്ലടാ. വെട്ടിക്കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ. ഉള്ളിലുള്ളതൊക്കെ പുറത്ത് വരുന്നുണ്ടോ എന്ന് സച്ചി. അയാൾ ആരാണെന്ന് ഇപ്പം പറയും, നീ കണ്ടോ? എന്താടാ ഒരു രഹസ്യം? അല്ല, ചേട്ടൻ പറഞ്ഞോ, ചേട്ടന് പറയാനുള്ളതൊക്കെ ചേട്ടൻ പറഞ്ഞോ. ഞാൻ ആരാണെന്നറിയോ? എൻ്റെ നാടും വീടും എവിടെയാണെന്നറിയോ? ഇല്ല ഇളയച്ചാ, പറ. എടാ എൻ്റെ നാട്, എടാ എൻ്റെ പേര്, എൻ്റെ നാട്, എൻ്റെ പേരെന്ന് നിനക്കറിയോ? പറ 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 എൻ്റെ പേര്, എൻ്റെ പേര്, എൻ്റെ നാട്, എൻ്റെ പേര്, എൻ്റെ നാട്, എൻ്റെ പേര്, എൻ്റെ നാട് എന്നും പറഞ്ഞ് മറിഞ്ഞങ്ങ് പോയിട്ടോ. ഈശ്വരാ, ഇത് പോയല്ലോ. ഇനിയിപ്പോൾ ഇത് എന്താകും? ബാറ്ററി വീക്കായി, വണ്ടി ഓഫായി. എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് സച്ചിക്ക് മനസ്സിലായത്. കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഇതേ സമയം നമ്മുടെ സുധി നടന്ന് വീട് അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. എവിടെയാണ് എൻ്റെ വീട്? സുധി പിച്ചും പേയും പറഞ്ഞ് വഴി തെറ്റി ഒരു പോസ്റ്റിനിറ്റി എന്ന് ഇടിച്ചു. ആരാടാ ഇരുമ്പലൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കണത് എന്നും പറഞ്ഞ് തലയിടിച്ച് പറിച്ച്, നീ ആ പോസ്റ്റ് കണ്ടാ? ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ മാതിരി മറിഞ്ഞടിച്ച് അങ്ങോട്ട് വീണു കേട്ടോ. എന്തായാലും നമ്മുടെ സച്ചിയാണ് പെട്ടുപോയിരിക്കുന്നത്. ഈ ഇളയച്ചനെ ഒന്ന് വീട്ടിലെത്തിക്കാനായിട്ട് സച്ചിയും മഹേഷും കൂടെ. ഈ പ്രകൃതി രമണീയത കാണുമ്പോൾ എൻ്റെ കവി ഉണരുന്നു. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. വയലോരം കിളി പാറും എന്നും പറഞ്ഞുകൊണ്ട് മേ പോകിളിയേ വയലോരം ആടുപാടും എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇളയച്ചൻ, എൻ്റെ പൊന്നോ സച്ചി കിളി പോയി ഇങ്ങനെ നിൽക്കുക. ഈ നാട്ടിൽ ആടിനെന്താ വില? അപ്പോൾ ഈച്ച പറഞ്ഞു, അതിപ്പോൾ സൈസ് നോക്കിയിട്ടാണ് വില പറയുന്നത്. എൻ്റെ സൈസിനൊരു വില, ഇവൻ്റെ സൈസിന് വേറൊരു വില. അല്ല, ഞാൻ നിങ്ങളെ വാങ്ങുന്ന കാര്യമല്ല, ആടിനെ വാങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. എനിക്ക് ആടിനെ വേണോ ആടിനെ? വേണം, ഞാൻ പോകുമ്പോൾ വാങ്ങിക്കാം. അല്ല, മലേഷ്യയിലേക്ക് എങ്ങനെ ആടിനെ കൊണ്ടുപോകും? അത് ഞാനങ്ങ് മറന്നുപോയി. ഞാൻ മലേഷ്യയിൽ നിന്നാണല്ലോ വന്നേ അല്ലേ. ആടിനെ വേണ്ട. നേരത്തെ നാടും പേരും ഒക്കെ പറയാനായിട്ട് നോക്കിയായിരുന്നല്ലോ, അത് പറ. ഏത് നാട്, ഏത് പേര്? നിങ്ങളുടെ നാട് പറ 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 മലേഷ്യ മാമ. അത് ഞാൻ പറയാം. ഐ എം ബി സുന്ദർദാസ്, നാട് മലേഷ്യ, പിൻകോഡ് 45. അല്ല, നമ്മുടെ സുധി വീട്ടിലെത്തി കാണുമോ? ആർക്കറിയാം. അടക്കോഴിയുടെ കാര്യം വീട്.
പക്ഷേ എന്നെ നിങ്ങൾ സുരക്ഷിതമായി വീട്ടിലെത്തിച്ചാൽ മതി, അല്ലെങ്കിൽ ശ്രുതിമോള് നിങ്ങളെ വഴക്ക് പറയും. അല്ലെങ്കിൽ ശ്രുതിമോള് എപ്പോഴാണ് പരിചയപ്പെട്ടത്? അത് പരിചയപ്പെടാനോ? എടാ, അവളെൻ്റെ ചേട്ടൻ്റെ മോളല്ലേ എടാ. അവളെ പ്രസവിച്ചത് തൊട്ടേ എനിക്കറിയില്ലേ. അവളെ പ്രസവിച്ച ആശുപത്രിയിൽ കമ്പൗണ്ടറായിരുന്നു നിങ്ങൾ. എടാ വെട്ടി കൂട്ടി തൂക്കി കൊടുക്കും ഞാൻ എന്നും പറഞ്ഞിട്ട് മഹേഷിനെ സച്ചിയുടെ കൂടെ പിടിക്കുക. എടാ സച്ചി, നീ വളരെ ട്രിജൻ്റാ, അല്ല നീ വളരെ ഡീസൻ്റാണ്. പക്ഷെ ഈ മഹേഷ് അതല്ല കേട്ടോ. ഇവൻ പറഞ്ഞത് ഞാൻ ഡീസൻ്റ് അല്ലേ, നിങ്ങളുടെ കൈ പിടിച്ച് നടത്തിച്ചതും പോരാ. സച്ചി വിടറാ, എവിടെയെങ്കിലും പോയി തൊലയട്ടെ. പിന്നെ ഞാൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ, ഞാൻ ഈ തെങ്ങിപ്പിടിച്ച് നിൽക്കൂടാ എന്നും പറഞ്ഞ് ഇല്ലാത്ത തെങ്ങിപ്പിടിച്ച് നിൽക്കാനായിട്ട് നോക്കുകയാണ്. വീണ്ടും വീഴാൻ പോയി. അവസാനം നമ്മുടെ സുന്ദർദാസിനൊരു കാര്യം മനസ്സിലായി, അതായത് നമ്മുടെ ബീരാൻ ഇളയച്ചനൊരു കാര്യം മനസ്സിലായി. സുധിയും ഇയാളും ഒക്കെ ഫിറ്റാണ്, പക്ഷെ സുധി എവിടെയാണെന്ന് ഇവർക്ക് അറിയാൻ പാടില്ല. ഈശ്വര, ഇവിടെ നിന്ന് തെങ്ങ് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ തെങ്ങല്ല, നിങ്ങളുടെ തേങ്ങാക്കൊല്ല, നിങ്ങളിങ്ങോട്ട് വന്നേ ഇങ്ങോട്ട്. വയലോരം മുട്ടനാട് പാടും എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈ ബീരാൻ പാടിക്കൊണ്ട് പോവാണ് കേട്ടോ. സച്ചിയും മഹേഷും കൂടെ ഇതിനെ ഒന്ന് പിടിച്ചു വെക്കാൻ പെടുന്ന പാട്. ഇവർ വരുന്ന വഴിക്കാണ് സുധി മറിഞ്ഞത് ഇങ്ങനെ കിടക്കുന്നത് കണ്ടത്. ഈശ്വരാ, ഈ അടക്കോഴി എന്താ ഇവിടെ കിടക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സുധിയെ വിളിച്ചുണർത്താനായിട്ട് ശ്രമിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സി യു അഗെയിൻ. താങ്ക് യു.